നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഞാനിവിടുന്ന് റിലീസാവും. ഈ മാസം അവസാനത്തോടെ നിങ്ങളും പുറത്തെത്തും. അവസാനത്തെ ആൾ റിലീസാവുന്ന പകൽ ഏകദേശം ഒരു 12 മണിയോടുകൂടി സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള നിള ലോഡ്ജിൽ നമ്മൾ ഒത്തുകൂടുന്നു. ബാക്കിയൊക്കെ നമുക്ക് അവിടുന്ന് പ്ലാൻ ചെയ്യാം. മറക്കണ്ട, നിള ലോഡ്ജ്, 1-ാം നിലയിലെ 17-ാം നമ്പർ മുറി. എന്താ ഇവിടെ ഉറുമ്പിനെ കളിപ്പിച്ചോണ്ടിരിക്കുക? മര്യാദക്ക് ഇത് പണിയെടുക്കണ. ചേട്ടാ, ഈ 17-ാം നമ്പർ മുറി. എത്ര? 17. നേരെ മുകളിലേക്ക് പോയാൽ മതി. ലാസ്റ്റ് റൂം. നിന്നെ കാണാതെ ഇപ്പം ഞാൻ ഒന്ന് മയങ്ങി. ഇന്നലെ രാത്രി കുറച്ച് ഉറക്കളച്ചേ. ജയിലില് മനുഷ്യാവകാശ കമ്മീഷൻ എന്തോ തെളിവെടുപ്പുണ്ടായിരുന്നു. അതാ വയ്യേ. മനുഷ്യാവകാശം നീരി. എന്താടാ രണ്ടുപേരും വളരെ വെളുത്ത് കടലാസ് പോലെ ആയല്ലോ. അടിവര തുടങ്ങിയപ്പോഴേ. ഇല്ല കാർലോസ് ചേട്ടാ, ഞങ്ങൾ സ്ട്രോങ്. എന്തായി കാര്യങ്ങൾ? ഒരു 9-9:30 ആകുമ്പോഴേക്ക് രണ്ടാളും ഉറങ്ങും. TV കണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ 10 മണിയാവും. എന്തായാലും 10 മണി വിട്ട് പോയില്ല, അത് ഉറപ്പാണ്. പിന്നെ വീടിൻ്റെ മെയിൻ സ്വിച്ച് ഇരിക്കുന്നത് വടക്കപ്പുറത്തെ ചായപ്പിൻ്റെ ചുമരില്ല. ഒരാലക്ഷണം പിടിച്ച പട്ടിന് തൊട്ടപ്പുറത്തെ വീട്ടിൽ. അതിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ കാർലോസ് ചേട്ടാ, സഹായത്തിന് നിൽക്കുന്നൊരു പെൺകുട്ടി ഉണ്ടാകും. ഏതോ അകന്ന ബന്ധത്തിലുള്ള. പക്ഷെ അത് പ്രശ്നമല്ല, നമ്മുടെ സോൾ കടിയാണ്. വാതിലിന് കുറ്റിയെടുത്ത് വെക്കാന്ന് പറഞ്ഞത് അവളാ. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ പറമ്പിലൊരല്ല നിങ്ങൾ 2 വരും. അതെനിക്ക് വിട്ടേര്. അഥവാ ഇനി ഉണർന്നാൽ തന്നെ കിടത്തി ഉറക്കാൻ എനിക്കറിയാം. എന്നാ പിന്നെ ഇറങ്ങല്ലേ? ഇന്ന് വേണ്ട, നാളെ മതി. കളവിന് നല്ല നാളെയാ. നാളെ ഉത്തരായനം തുടങ്ങി. നമുക്ക് നാളെ ചെയ്യാം. ആ എന്നാ പിന്നെ നാളെ ആവട്ടെ അല്ലേ?
അപ്പോൾ ഒരു പകല് മുഴുവൻ ഇനി വെറുതെ കളയണം. ബോറടി മാറ്റാൻ എന്താടാ പിള്ളേരൊരു വഴി? 6-7 മാസം മൂട്ടയടിയും കൊണ്ട് അകത്ത് കിടക്കായിരുന്നേ. അതിന് വഴി ഉണ്ടാക്കാൻ കാർലോസ് ചേട്ടാ, നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്നാ പിന്നെ അങ്ങനെ അല്ലേ? കേറിയോ? എവിടാ? നമ്മൾ ഇതിനു മുമ്പ് കൂടിയിട്ടുണ്ടല്ലോ. എന്താടാ സാധനം കിട്ടി കാർലോസ് ചേട്ടാ, പക്ഷെ റേറ്റ് ഇച്ചിരി കൂടുതലാ. ലോക്കല് കിട്ടിയില്ല. എന്നും ലോക്കലായാലും എങ്ങനെയാ ശരിയാവുന്നേ? ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡ് ആവണ്ടേ? ഞാൻ ഒഴിച്ചുതരാം. ആ എന്റെ ശീലേ. പോയടാ, ഇറങ്ങി പോടാ. എന്തൊക്കെയായിരുന്നു ദിവ്യ പ്രണയം, തുമ്പിക്കൈ വണ്ണത്തില് മഴ, എന്റെ ശീലാവധി. ചന്ദ്രേട്ടാ, ഒരു 10 കിലോ പഞ്ചസാര വേണമല്ലോ. 10 കിലോ? ആ 10 കിലോ. ಏನ್ ವಾಂಗಿ ಸರ್? ಸರ್ ನಲ್ಲ ತೇನಿ ಸರ್, ಸರ್ ಕಾಟು ತೇನಿ ಸರ್. ಸರ್ ചേട്ടാ തന്നെ சார் சார் சூப்பரா இருக்கும் சார் தேனு. சார் 200 ரூபா தான் சார். ஆமா சார். 5 രൂപ ഇട്. 5 பாட்டிலா? പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. 1 2 3 4 5. ஆஹா, லாட் அடிச்சறே. 90. കാർലോസ് ചേട്ടാ, ചേട്ടാ കാർലോസ് ചേട്ടാ, ആ, എണീക്കേ. എന്താ? പോണ്ടേ? നേരം വൈകി പോണ്ടേ? അല്ല അവള് പോയാ? അവള് പോയി. അല്ല ഞാൻ അവളൊന്നും ചെയ്തില്ല. നേരെ ഒരുപാട് വൈകി, നമുക്ക് ഇറങ്ങാം. അടാസ്റ്റാക്കിയിട്ട് തന്നെ അവർ ഒരാളുടെ ഒരൊറ്റടിയും മിസ്സായിട്ടില്ല. യോഗാസനിട്ടുണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല, എല്ലാം അടിയിരുന്നു. എന്തായാലും പറ്റിയത് പറ്റി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്തായാലും പണി പിടിക്കാൻ വേണ്ടി പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒക്കെ തനി കള്ള ജാതികളായിരുന്നു. ഇവിടെ നീ എനിക്കെന്നെ സ്വന്തം അനിയനെ പോലെടാ. ഞാനില്ലെന്ന് പറഞ്ഞിട്ട് നീ വീട്ടിലൊന്നും പോകാതിരിക്കണ്ട കേട്ടോ. സ്വന്തം വീട് പോലെ നിനക്ക് എപ്പോൾ വേണേലും അവിടെ പോവാം. കൊലപാതകൾക്ക് വരെ നാട്ടിൽ പരവുണ്ട്. പാവം കള്ളന്മാർക്ക് അതുമില്ല. ഏത് സർക്കാർ ഭരിച്ചാലും കള്ളൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഞാനെന്തായാലും ഒരു 4-5 മാസം കൂടെ ഇറങ്ങാനായിട്ട്. അതുവരെ നീ വെറുതെ ഇരിക്കണ്ട. ഇരുമ്പും ബുദ്ധിയും വെറുതെ ഇരുന്ന നശിച്ചു പോകുന്നു. ഞാനൊരാളെ നിനക്ക് പറഞ്ഞുതരാം. നീ കുറച്ചു കാലം അവൻ്റെ കൂടെ നിൽക്ക്. എന്തായാലും നിനക്ക് കാശിന് ആവശ്യമുള്ളതല്ലേ. എന്നെ നോക്കിയിരുന്ന നീയും കൂടി ചുറ്റും. നീ നേരം മങ്ങാടിക്കുന്നിൽ ചെന്ന് ചൂടൻ രായപ്പനെ കണ്ടാൽ മതി. ആള് ചൂടനാണെങ്കിലും അവനൊരു ഹൃദയാലുവാ. ബെന്നേട്ടൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ കൈയൊഴിയില്ല. പണിത്തിരക്കുള്ളതുകൊണ്ട് പങ്കും തരും. എടി ജാനമ്മോ,
ആ അടുക്കള തീ ഒന്ന് കുറയ്ക്കാൻ മേലായോ? പണ്ടാറടങ്ങാൻ മനുഷ്യൻ ചുട്ടുപൊള്ളിട്ട് ഇരിക്കാൻ മേല. ഓ ഞാൻ മനോജ് ബെന്നിയേട്ടൻ്റെ കൂടെ അന്ന് വന്നിരുന്നില്ലേ? ഓ ഇപ്പം ഓർമ്മ വന്നു. ബെന്നി കൊച്ചാട്ടന്റെ പുതിയ ശിഷ്യനല്ലയോ? ഓ പൊന്നു ചങ്ങാതി, ഒന്ന് വിട്ടു നിൽക്കാവോ? വെയിലത്തൊന്നും ഒന്നല്ലയോ, പൊരിഞ്ഞിട്ടിരിക്കാൻ മേല, അതുകൊണ്ടാ. എടി ജാനമോ, എടിയേ ഒന്നിങ്ങ് വന്നേ, ഒരു വിരുന്നുകാരൻ വന്നേക്കുന്നു. ഈ ചൂട്ടൊന്ന് എന്റെ അടുത്തോട്ട് വരില്ലടി, പോയി അവന് കുടിക്കാൻ എന്നെ എടുത്തോണ്ട് വാ. ഓരോ വെള്ളം ഉണ്ടെങ്കിൽ അത് മതി ചേച്ചി. അയ്യോ മോര് തീർന്നു പോയി മോനെ. നാരങ്ങ ഇറക്കട്ടെ ചേച്ചി? തരാട്ടാ. ആ ചങ്ങായി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്നാ കൊച്ചാട്ടല്ലാതെ ഒറ്റയ്ക്ക്? ആ വായി നോക്കി നിൽക്കാതെ പോയി വെള്ളം എടുത്തോണ്ട് വാടി. ചേട്ടന് ചൂട് കൂട്ടണ്ട നിങ്ങള്. ഇനി പറഞ്ഞാട്ടോ മോനെ. ബെന്നിയേട്ടൻ ജയിലില്ല. ഞാനിപ്പോ ജയിലിൽ നിന്നാ വരുന്നത്. എന്റെ ഭഗവതി, കൊച്ചാട്ടൻ ഇങ്ങനെ പോഴത്തരം പറ്റാത്താണല്ലോ. ഇത്ര ഉള്ളുണർവുള്ളൊരു കള്ളനെ ഞാൻ എന്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ഞാൻ ജയിലിൽ ചെന്നപ്പോ ബെന്നിയേട്ടനാ പറഞ്ഞത് രായപ്പണ്ണനെ വന്നൊന്ന് കാണാൻ. ഞാൻ ചേട്ടൻ്റെ കൂടെ നിന്നോട്ടെ, ചതിക്കാണ്ട് നിന്നോളാം. കൊച്ചാട്ടൻ എന്നാ വിവരക്കേടായി കാണിച്ച്. മഴ പെയ്യാതെ എങ്ങനാ മോനെ ഞാൻ പുറത്തോട്ടിറങ്ങുന്നേ? ഇടവം മുക്കാല് കഴിഞ്ഞ് മാനം പൊള്ളി കിടക്കുന്നത് കണ്ടില്ലയോ? കൊടുക്കത്തെ ഉഷ്ണത്തിന് പുറത്തോട്ട് രക്ഷപ്പെടാൻ വേർപ്പിന്റെ കൃതികൾ തന്നില്ലല്ലോ തമ്പുരാൻ. ഞാൻ ജനിച്ച അന്ന് മുതല് ഈ അഗ്നിക്കാവടി എന്റെ തലയിലുണ്ട്. ഇപ്പൊ മോൻ പോ, എന്നിട്ട് മാനത്ത് ആദ്യ തിരിവെട്ടി ആദ്യത്തെ മഴത്തുള്ളി മണ്ണെ തൊടുമ്പോ അന്നേ വാ ചെന്നാട്ടെ. ഓ എന്നാ ചൂടാ പോ. ഓ എനിക്ക് മേലായേ. ഓ ഓ ഓ എടിയേ, ഇച്ചിരി വെള്ളം കൊണ്ടുപോടി. ഒരു ചായ. ഇവിടെ ഒരു ചായ. ചോറ്. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമായിട്ടാ? അരിന് വേറെ എളുപ്പം തുടങ്ങണമല്ലോ. 10 റുപ്യ എന്തേലും 10 ഉറ ചോറുന്നുള്ളൂ. ഞാൻ അറിഞ്ഞ കാര്യങ്ങള് ചങ്ങാതി പെട്ടല്ലേ. മനസ്സിന്റെ ഏകാഗ്രത എപ്പോ പോയോ ആ നിമിഷം തുടങ്ങും പതനം. ഏത് കള്ളന്റെയും വിധി അതാ. പക്ഷെ കളക്ഷൻ നേരത്തെ കഴിഞ്ഞ അതൊന്നും ശരിയാവില്ലടാ. ഈ നട്ടപ്പുറ വെയിലത്ത് നാട് മുഴുവൻ തെണ്ടി നടന്ന് കാശും പിരിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ മരുമോൻ്റെ വക തിരിച്ചും മറിച്ചും ഒരു എണ്ണി നോക്കലും അർത്ഥം വെച്ചൊരു മൂടലും. മുദ്ര വീണ ഏത് കള്ളന്റെയും ജന്മം അങ്ങനെയാ. ഒന്നോർക്കുമ്പോൾ ഇതിനേക്കാൾ ഭേദം പഠിച്ച തൊഴിലാ. നല്ല ചോറുണ്ട്, അണ്ണൊക്കെ പൊള്ളണ്ടാ. ഇനിയില്ലട്ടാ. ആകെ ഈ 2 വറ്റാ കഴിക്കാം. അതവളെ ചോന് പിടിക്കില്ല. ആട്ടുന്നുപ്പ് കേട്ട് എന്നെ പട്ടി നിൽക്കും. ഞാനിനി ഇറങ്ങിപ്പോന്നു. ഇരിക്കും, ഞാനിതൊന്ന് അവസാനിപ്പിക്കാം. നിന്നെ ഞാൻ ആദ്യം കാണുമ്പോൾ തന്നെ നിന്റെ കണ്ണിലൊരു തീ ഉണ്ടായിരുന്നു. അതിപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. പണം നേടാനുള്ള ആർത്തി. നിനക്കത് ആപത്തേ വരുത്തൂ. അറിഞ്ഞതെല്ലാം ഇനി അറിയാനുള്ളതിനേക്കാൾ എത്രയോ ചെറുതാണെന്ന് നിനക്ക് മനസ്സിലാവും. നീ ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. എന്താ മോനെ, ഒരു കൈ നോക്കണോ? നാഥനേ വേദനെ കാലനേ കൈന്തവനെ വേല പരിയേറും സേവകൻ. കുപ്പിച്ചില്ലേ? ആശാനത് എങ്ങനെ കണ്ടു? അതിശയിക്കണ്ട. പല നാൾ കണ്ടിരുളും വെളിച്ചമായി വരും. ഒരുതരം മാർദ്ധാര കാഴ്ച. ആ കാഴ്ച കിട്ടിയ പിന്നെ ഒന്നും പേടിക്കണ്ട. വീടുകൾക്കുള്ളിൽ നിലവറയിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധികൾ പോലും കള്ളന് കണ്ണിന് കാണാൻ പറ്റും. പക്ഷെ നല്ല സാധന വേണം. ഈ വീടിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി പോലെ അല്ലേ ആശാന? അതെ, സത്യം. എന്തായാലും ചെമ്പ് കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എന്താ ഇവിടുത്തെ ആള് ജോലി? പോലീസിലാണ് ആശാന. പോലീസിലാ? DYSP സ്പെഷ്യൽ ബ്രാഞ്ച്. നീ മിടുക്കനാടാ. നിനക്ക് ഈ ഫീൽഡ് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. കൊത്തുമ്പോ മുറത്തിക്കറി തന്നെ കൊത്തണം. പാതിരാത്രി കഴിഞ്ഞ്
വടക്കു പടിഞ്ഞാറേ ആകാശച്ചെരുവില് നേരത്തെ ചുവപ്പ് രാശിയുള്ള ഒരു പ്രത്യേക നക്ഷത്രം ഉദിക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ പണിക്കിറങ്ങാൻ പാടുള്ളൂ. 2 മണിക്കൂറോളം നേരം ആ നക്ഷത്രം ആകാശത്തുണ്ടാവും. നക്ഷത്രം മാനത്ത് നിന്ന് മായും മുമ്പ് കളവ് അവസാനിപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ മാനം പോകുന്ന കള്ളന്റെ ആയിരിക്കും. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. നീ പോയി വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കളവിനിടയിൽ കണ്ടുമുട്ടുന്ന വൃദ്ധജനങ്ങളുടെ കാലുതൊട്ട് നമസ്കരിക്കണം. മോനെ, പട്ടിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന മീന്തല അവിടെ അടുത്ത് കൂട്ടാൻ വെച്ചു എന്ന് തോന്നണേ. ഞാനൊരു ടടാസ്റ്റ് പ്രയോഗം നടത്താൻ പോവാ. ഏറ്റില്ലെങ്കിൽ നീ ഓടി രക്ഷപ്പെട്ടോ. ചില ഊച്ചാലി ചട്ടമ്പില പോലെ തന്നെയാണ് ചില പട്ടികൾ. കണ്ടത് ഇപ്പൊ നമ്മളെ കടിച്ചിരുന്നതായിരിക്കും, പക്ഷെ അതേ പേടി തന്നെയായിരിക്കും പട്ടിയുടെ മനസ്സിൽ. ആദ്യം ആരറ്റാക്ക് ചെയ്താലും ഓപ്പോസിറ്റ് പാർട്ടി ഓടും, അത് ഉറപ്പാ. ഇതെങ്ങനെ പിന്നീട്ട് നമുക്ക് മനസ്സിലാവുക? എടാ, അതിന് പട്ടികളുടെ സൈക്കോളജി അറിയണം. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, നീ വാ. പക്ഷെ ഈ ഐഡിയ എപ്പോഴും വർക്കൗട്ട് ആവണമെന്നില്ല കേട്ടോ. മനുഷ്യന്റെ സൈക്കോളജി അറിയാവുന്ന ചില വൃത്തിയിട്ട പട്ടികളുണ്ടാവും, അവിടെ പെടും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ജെട്ടിയിടണം, ഇല്ലെങ്കിൽ ടട്ടടാസ്റ്റാവും മോനെ. പൂച്ചയുടെ നടത്തം, ചേലന്തിയുടെ കാത്തിരിപ്പ്, കൊക്കിന്റെ ക്ഷമ, എല്ലാം പ്രകൃതിയിൽ നിന്ന് പഠിക്കണം. ഒഴിക്ക്. സേഫല്ല, സേഫ്റ്റിയാണ് പ്രധാനം. അഥവാ ആരെങ്കിലും ഉണർന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ടൊരു വാതിൽ ആദ്യം തുറന്നിടണം, മനസ്സിലായോ? നടക്ക്. നമ്മൾ വിചാരിക്കും പണം അലമാരയിലാണെന്ന്, പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന വെച്ച് വീട്ടുകാരൻ പണം അടുക്കളയിലെ ഡബ്ബയിൽ ഒളിപ്പിച്ചു വെക്കും. വീട്ടുകാരൻ നമ്മളെ പറ്റിച്ച് പണം അടുക്കളയിലെ ഡബ്ബയിൽ ഒളിപ്പിച്ചു വെക്കുമെന്ന് വെച്ച് നമ്മളപ്പം അവിടെ തപ്പും. അപ്പോഴേക്കും അയാൾ പണം സ്റ്റോർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. ഒരു കള്ളൻ ഒരേ സമയം ഗോളിയായിട്ടും അതേസമയം പെനാൽറ്റി അടിക്കുന്ന കളിക്കാരനായിട്ടും ഡബിൾ തലച്ചോറുകൊണ്ട് ചിന്തിക്കണം, മനസ്സിലായോ?
പഴയ ഷർട്ടിന്റെ പോക്കറ്റ് വിറക് പോരാ, സ്വർണ്ണം കിടങ്ങി ഇവിടെയൊക്കെ നോക്കിയാൽ മതി. ഇനി താക്കോലാണെങ്കിൽ പട്ടിക്കൂട് അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ ഗ്യാരണ്ടിയാ. കളവ് കഴിഞ്ഞ് പോകുമ്പോൾ പോലീസ് പട്ടീനെ പറ്റിക്കാനായിട്ട് ചെറിയൊരു സൂത്രം കൂടി ബാക്കിയുണ്ട്. സാധാരണ അതിന് ഉമ്മറത്ത് വൃത്തിയേട് കാണിച്ചു വെക്കില്ല പതിവ്. പക്ഷെ അന്തസ്സുള്ള കള്ളന്മാര് അത് ചെയ്യാറില്ല. നമുക്കിത് മതി. മെയ്ഡ് ഇൻ കുന്നംകുളം. ഇനി ഓടണമെങ്കിൽ അവൻ കുന്നംകുളം വരെ ഓടണം. ലോകം മുഴുവൻ പലതരത്തിലുള്ള കള്ളന്മാരാ, എല്ലായിടത്തും കളവാ. ഒരു ജാതി മണങ്ങിലിട്ട് വാളനെ പിടിക്കുന്ന പരിപാടിയാ. പണിയെടുക്കാണ്ട് കൂലി വാങ്ങണേക്കാളും പാവപ്പെട്ടവൻ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കണേക്കാളും എത്ര പേര് ഈ തൊഴിൽ. വലിയ വലിയ കള്ളന്മാർക്കൊക്കെ ചോപ്പലൈറ്റ് വെച്ച വണ്ടിയും പോലീസിന്റെ എസ്കോട്ടും. നമുക്കോ ഒരു പെൻഷൻ ഉണ്ടാ, ഒരു ഇൻഷുറൻസ് ഉണ്ടാ. അതേ പറയണ ഈ നാടൊന്നും നന്നാവില്ല. ഇത് ലോകമല്ലേ? നിന്റെ അധ്വാനത്തിലൊരു പങ്ക് എടുത്തോടാ. നാളെ സംക്രാന്തിയുടെ ആരംഭ എന്ന് വെച്ചാല് കള്ളന്മാരുടെ വ്രതകാലം. ഈ സമയത്ത് ഒരു കള്ളനും കക്കാൻ പാടില്ലെന്നാണ് നിയമം. പകരം അതുവരെ സമ്പാദിച്ചു വെച്ച പൈസ കൊണ്ട് അടിച്ചു പൊളിച്ചങ്ങടെ ആഘോഷിക്കുക. ആഘോഷങ്ങൾ കഴിയുമ്പോൾ പഴനി പോയി കാവടി എടുത്ത് വൃദ്ധ അവസാനിപ്പിക്കുക. തിരിച്ചു വന്ന വഴിക്ക് ഒരു മുട്ടൻ ടഡാസ്റ്റ് പണി. ഇന്ന് നമ്മൾ കയറാൻ പോണത് ഒരു കൊള്ളപ്പലിശക്കാരൻ്റെ വീട്ടിലാണ്. ആ വീടിൻ്റെ ഓരോ ഇഷ്ടികയും നാട്ടിലെ പാവപ്പെട്ടവൻ്റെ കണ്ണീരുകൊണ്ട് ഉണ്ടാക്കിയത്. ഓപ്പറേഷൻ കുബേരൊന്നും അവനങ്ങടെ ഏറ്റിട്ടില്ല. തട്ടിച്ച് കുന്നൂട്ടി വെച്ചേക്കണ പലിശ മുതൽ നോക്കി ഏതെങ്കിലും രാത്രി കള്ളനൊടുത്തും വരുമെന്ന് ഓരോ രാത്രി അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും നല്ല മുൻകരുതലുണ്ടാവും. പക്ഷെ എന്ത് റിസ്ക് ഉണ്ടായാലും നീ നോക്കിക്കോ മനോജേ, ഇന്നത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് ആ നാട്ടിലെ BPL ലിസ്റ്റിൽ ആ മല്ലണ്ടാവിൻ്റെ പേരുണ്ടാവും. പന്തല്ലൂക്കാരൻ ബേബിച്ചൻ മകൻ ഫ്രാൻസിസിൻ്റെ. അതൊരു വാശിയാണ്. பரோட்டா கிடைக்கலண்ணே, சப்பாத்தி தான் இருந்தாங்க, குழம்பு குருமை தான் கிடைச்சது. போதுண்டா, ரொம்ப பசிக்குது. வேண்டாம் வச்சோ. தேங்க்ஸ் அண்ணே. வயசு 19 தான் ஆகுது, நிறைய பணம் கொடுங்க, ஒன்றும் கட்டுப்படி ஆகாது. ஒரு நாள் பூரா கேட்குறீங்க, 2 மணி நேரம். அண்ணே, அந்த சத்தம் வர கேள்வி யாருன்னு தெரியுமா? மாமா பயல் தானே, வேற யாரு? மாமா அல்ல அண்ணே, இந்த பொண்ணோட அப்பா. அவருக்கு மலையாளதான். 20 வருஷமா இங்கதான் இருக்காரு. அந்த காலத்திலே பெரிய பணக்காரர். அவங்க ஊர்ல சொந்தமா ஒரு ஃபைனான்ஸ் கம்பெனி இருந்தாங்க. பாவம், ஒரு நாள் ஒரு திருடம் வந்து எல்லாத்தையும் சுருட்டிட்டு போயிட்டார். அதுக்கப்புறம் என்ன அண்ணே, பேசு கீசு நனைஞ்சு இருந்த வீட்டையும் வித்துட்டு வந்தவர் தான். ஒன்னே ஒன்று கண்ணே கணந்த ஒரே ஒரு பொண்ணு தான். பாவம், இப்போ அவங்க உடம்பு வித்தா வாழ்ந்துட்டு இருக்காங்க. சாப்பிட்ட டைல இந்த வேஸ்ட் பட்டர் போடுங்க சார், நான் வந்து எடுத்துக்கிறேன். ഇതിന് വല്ല റിംഗ് ടോൺ എങ്ങാനാണോ? ഏയ് അല്ലല്ലേ. ഏയ് ഇത് ശരിക്കും ചുമന്നെയാ. എന്തൂട്ടുറുമ്പുകൾ ഇവർക്ക് ഉറക്കൂലേ? അതറിഞ്ഞൂടെ, ഉറുമ്പുകൾ ഉറങ്ങാറില്ല ഏട്ടാ. സത്യം. ഈ ലോകത്ത് ഉറങ്ങാത്ത ഒരേ ഒരു ജീവികളാണ് ഉറുമ്പുകൾ. അപ്പൊ നമ്മള് രണ്ടൂട്ടർ ഒരേ ഉറക്കണല്ലേ? സോറിട്ട കെടിയേ ഡാ. പക്ഷെ ഉറങ്ങാനും ഉറങ്ങിയില്ലെങ്കിലും ഉറുമ്പ് തന്നെയാണ് മനുഷ്യനേക്കാൾ വലുത്. അതെന്താട്ടാ? ഇപ്പൊ ഉറുമ്പ് വിചാരിച്ചാ നമ്മുടെ കുണ്ടിമ കടിക്കാൻ പറ്റും. നമ്മൾ പഠിച്ച പണി 18 നോക്കിയാലും ഉറുമ്പിന് കുണ്ടി മേടിക്കാൻ പറ്റുമോ?
ഇല്ലല്ലോ അപ്പൊ ഉറുമ്പെന്നാണ് വരും. ഓ ആ പട്ടിക്കൂട്ടെങ്ങാനും കൊണ്ടേ കിടത്തതിന് മനുഷ്യന് കണ്ണും ചെവിടും തരില്ല മാരണം. രാത്രിയായാ തുടങ്ങും പോരാ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. അതിന് വായിൽ കൊണ്ടേ വല്ലത് കുത്തി കയറ്റി വെക്കും. നല്ല ടഡാസ്റ്റും മരുന്നോളൂ ഇഷ്ടം. അച്ഛന് വയ്യാണ്ടല്ലേ? കല്യാണം കഴിഞ്ഞ് 3-ന്റെ അന്നേ ഇറച്ചിക്കൂട്ടാനില് കായിട്ടില്ല എന്ന് പറഞ്ഞ എന്നെ തവിയോണ്ട് അടിച്ച സാധനം ആ തന്ത. ഒരക്കല്ല വേണ്ടത്, കിടന്ന് എഴയണം. അതൊക്കെ എന്ന് കഴിഞ്ഞ കാര്യങ്ങളാ എന്റെ സുലു. പകരത്തിന് നീയും ചെയ്തിട്ടില്ലേ കൊറേ? മിണ്ടാതെ കിടന്നോ. എന്റെ നാടു. അയ്യോ ചവിട്ടൊരെണ്ണം കിട്ടിയാൽ എന്നാ ആ മൂത്രതടസ്സം അങ്ങോട്ട് മാറി കിട്ടി. എന്തൊരു സുഖം. അയ്യോ എന്റെ അമ്മോ. അയാൾക്ക് ഷുഗർ ഉണ്ട് ട്ടാ, ഉറപ്പാ. അല്ലല്ല ഞാൻ നന്നായല്ലേ. നാവാട്ടം മതിയാക്കടാ. നീ സച്ചിനെ ഗോളടിക്കാൻ പഠിപ്പിക്ക. ചെക്ക ഏത് പുരുഷനെ നോക്കാണിയുണ്ടെന്ന്. എന്തു ചേട്ടാ? അവിടെ ഭാര്യയും ഭർത്താവിനെ കുറിച്ച് ആദ്യം റിയാലിറ്റി നടന്നുകൊണ്ടിരിക്കുക. ഈ നേരമായിട്ട് അവിടെ എലിമിനേഷൻ റൗണ്ട് ആയിട്ടുള്ളൂ. വൃത്തി കേട്ടോൻ. കുറച്ചു നേരം അവിടെ നിന്നിരുന്നെങ്കിൽ ബാക്കിയുള്ള ഡേഞ്ചറസ് ഓൺലൈൻ ഉണ്ടമ്പല്. നീ വന്നേ, നമുക്ക് അടുത്തൊരു കൂട്ട് നോക്കാം. ബാ നീ ഇവിടെ നിന്നോ. ശരി കേട്ടോ. എന്റെ വീടാണ്. ആശാമണ് നേപ്പിച്ചിട്ട് പോയത് അപ്രന്റീസ് ആയിട്ട്. നീ ആ ബെഞ്ച് വേണോടാ. നട്ടപ്പാതിരക്കൊരു പൊട്ട സ്വപ്നം കണ്ട് എഴുന്നേറ്റതാ. പിന്നെ കണ്ണിന്റെ പോള പൂട്ടിയിട്ടില്ല മനുഷ്യൻ. എന്തൊട്ട് സ്വപ്നം അടിക്കണ്ടേ? സർട്ടിഫിക്കറ്റാ. ഓടുന്നു. ഈ പണിക്കിറങ്ങിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാ മേനക്കേട് പോലും കിട്ടിയില്ല. ഉണ്ടമ്പൊരി ഉറക്കമുള്ള വെറുതെ ആയി. നീട് വന്നിട്ട് ദിവസം ഇതെങ്കിലും നടക്കട്ടെ. കാണിക്കണേ പിള്ളേര് എണീക്കുന്നേ. എന്തിനടക്ക അറിയണേ? എന്തിനൊക്കെ അറിയണേന്ന് അപ്പച്ച അമ്മച്ചിക്ക് കണ്ണില് കരട് എടുത്തല്ലേ? ഇങ്ങോട്ട് നോക്കി അപ്പച്ചനെ മറ്റേ ബുക്ക് പൊട്ടിക്കാനായിട്ട് ചോട്ടാബിന്റെ പടം മേടിച്ചുതരാം. ഒന്നും ഉണ്ടായിരുന്നടാ. വേണ്ട പൊടിമീൻ്റെ ഒരു പടം കണ്ടാൽ മതി, രണ്ടടങ്ങാടി ചോറുണ്ടോ. ഈ പോലീസുകാരെ കൊണ്ടും ചൊല്ലരുകാരെ കൊണ്ടും ഒരു രക്ഷയില്ലട്ടാ. നല്ല ഒന്നാം തരം 916 ഉരുപ്പിടിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫ്രാൻസിന്റെ കടയിൽ കൊണ്ടുപോയി കൊടുത്തു. അങ്ങേരെ ഒരു തട്ടിക്കിരിക്കലും ഗുണനോ അരണോ കഴിഞ്ഞിട്ട് ആ കിട്ടിയത് മുതലിന്റെ 4-1 ആനപ്പിണ്ടം. പണിയെടുത്താലും മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. സ്വർണത്തിന്റെ വിലയാണെങ്കിൽ ഇനിയും കീഴ്പോട്ട് വന്നു കേൾക്കണേ. ആലോചിച്ചിട്ട് എത്തും പിടിക്കട്ടണല്ലോ. അതെടുക്കല്ല ജോസുവനെ, നിനക്ക് ഒരെണ്ണം അമ്മച്ചി തന്നല്ലേ, അത് അപ്പച്ചന് കഴിക്കണ്ടേ. ഒന്നാമത് മുട്ട നിന്ന് അപ്പ കഫക്കെട്ട ചക്കന്. അവൻ കഴിക്കട്ടെ, ഓമി മരുന്ന് കൊടുക്കണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? അതില്ലേ അപ്പച്ചാ, ഈ ജോസുട്ടല്ലോ കഴിഞ്ഞ ദിവസം അവന്റെ ഒപ്പം പഠിക്കുന്ന കുട്ടിയുടെ കളർ പെൻസിൽ ആയിട്ട് കൊടുത്തു. അവന്റെ അടുത്തിരുന്ന ശ്യാംപ്രസാദ് എന്നോട് പറഞ്ഞത്. ഇല്ലട്ടപ്പച്ചാ, ഈ ചേട്ടൻ വെറുതെ നോണ പറയണതാ. പിന്നെ ചെവിയാൻ പൊന്നാക്കും.
അപ്പച്ചൻ്റെ മോനെ എന്താ ആവശ്യമുണ്ടെങ്കിലും അപ്പച്ചൻ വാങ്ങിച്ചു തരില്ലേ? പിന്നെന്താ, വേറെ ആരെയും ചോദിക്കാണ്ട് ഒന്നും എടുക്കാൻ പാടില്ല. ദൈവം ശിക്ഷിക്കും. കൂർക്ക കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. എന്തായാലും കൂട്ടിന് ഒരാളെ കിട്ടിയത് നന്നായി. ബാക്കിയുള്ളവർക്കൊരു സമാധാനമായി. ഇപ്പോ ആരെങ്കിലും വന്നാ ചുമക്കാനെങ്കിലും ഒരാളായല്ലോ. 2 ദിവസം കൂടി നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം കൂടെ കൂട്ടണോ വേണ്ടതെന്ന്. എവിടെന്നെങ്കിലും ഒരു 10-24 ഇഞ്ചിന്റെ TV കിട്ടും നോക്കിക്കോളൂട്ടാ. സിൽവേച്ചിയുടെ പെരപാർക്കലായിന്ന് കേട്ട്. മോളിയന്റെ മോളുടെ കല്യാണം ഉറച്ചിട്ടുണ്ട്. ഇനി അതിനും വേണം ഒരു പവൻ. അതിന് പിന്നെ സാവകാശമുണ്ട്. ഇനി അത് കഴിഞ്ഞ് വേറെ വല്ലതും ഉണ്ടോ? അല്ല ചോദിച്ചാ. യോ, അത് പറഞ്ഞപ്പോഴൊരു കാര്യം ആലോചിച്ചേ. ജാൻസി കുറച്ചു ദിവസം നിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോ വൈകുന്നേരത്തോടെ തന്നെ തനും മതി. ഹരി സാധനങ്ങളൊക്കെ കഴിയാറായിട്ടാ. അവിടെ എത്ര ദിവസം ഉണ്ടാവൂടി? എന്തായാലും 1-2 ആഴ്ച കാണും. നീ എന്താ വേണമെന്ന് വെച്ചാൽ അപ്പേന്റെ കടയിൽ നിന്ന് മേടിച്ചോ, ഞാൻ പറഞ്ഞോളാം. പറ്റുപ്പോ ഒരു വാടായിട്ടാ. നീ ഇങ്ങനെ നോളിച്ചോണ്ടിരിക്കാണ്ട് എന്തെങ്കിലും ഒരു നല്ല പണി കിട്ടാൻ പ്രാർത്ഥിക്കടി. ഉണ്ടംപൊരി. എന്റെ മാതാവേ കാത്തോളണേ. പാവനല്ല കുത്തി, നീ എന്റെ പള്ളക്കട കുത്തി. നീ ഇന്നലെ സ്കൂട്ടായിക്കുന്നു, ഇല്ലെങ്കിലേ എന്റെ റോസിന് വാലായ മസാല കൊടുക്കേണ്ടി വരും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? നീ എന്തോട്ടാ കളിച്ചോണ്ടിരിക്കണ? നീ മനുഷ്യവിടെ ടറാഷ്ടാന. ഇങ്ങോട്ട് നടക്കടാ, എന്നെ ട്രെയിനിങ് ഒക്കെ തീർന്നുട്ടാ. നീയേ ഇത് പിടിച്ചിട്ടേ അവിടെ പോയിരുന്നു. ഞാനേ പോയിട്ട് എന്താ പോയിട്ട് വരാന്ന്. തൂറിട്ട് വരാ. നീ എവിടെ പോയിരുന്നാ നീ? പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയാ.
ഡാ ബാബോ വാടാ. ഏയ്. മലങ്കോളും മലങ്കോളും കേട്ടണെങ്കിലും ഞാൻ ഇത്രയും കൂടി വിചാരിച്ചില്ല കേട്ടോ. ഇത് പിടിച്ചടാ. വയററിയാണ്ട് ഓർന്ന് വലിച്ചു വരുന്നുണ്ട് കാലത്തിന് നോക്കാനിക്കായിരിക്കാ നീ. ആ മീൻകൂട്ടാൻ മുഴുവൻ തീർത്താണല്ലോ എനിക്കറിയാത്. ഇത് മീൻകൂട്ടാന്റെ അല്ല, കുറച്ചു ദിവസം മുമ്പ് രണ്ടുപേരും കൂടി കട്ടുന്നതിന്റെയാ. ആണോടി? പിന്നല്ലാതെ. ചേട്ടാ ചെലവിയാണ്ട് ഇവിടുന്ന് മുങ്ങിക്കളാന്ന് വിചാരിക്കണ്ടാട്ടാ. നീ തിരുമടി ഇതൊക്കെ നോക്കാം. ഞാൻ പോയിക്കോട്ടെ കേട്ടോ. നീ ആദ്യം ചെന്ന് വല്ല കഴിക്കാൻ നോക്കടാ. ഇന്നലത്തെ പഴങ്കഞ്ഞിയും പിന്നെ ഞാൻ മീൻ കൂട്ടാനൊക്കെ കാണും. നീ എവിടേക്കും പോകണ്ടാ, എൻ്റെ കൂടെ വന്നു. നിന്നെ ഞാൻ നല്ല ഒന്നാം തരം കള്ളനാക്കി കൈത്തരാം പോരെ. ഭയങ്കര രഹസ്യമായിട്ട് നിനക്ക്. വാ എങ്ങടത്? അതെ വെയിലത്തെ നീ കളിക്കണട്ടാ, അപ്പനെ പോലെ കറുത്തു പോവും. പുതിയ ശിഷ്യനെ കാണുമ്പോ ഡാൻസിക്ക് ഒരു ഇളക്കുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ട്യൂഷൻ മാസ്റ്റർക്ക് ലവ് ലെറ്റർ കൊടുത്ത മുതലല്ലേ ഇളക്കുണ്ടാവും. ദാസൻ മീനൊന്നും കൊണ്ടുവന്നില്ല. ഇന്നും വന്നില്ലെന്നേ. അവനതുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഒരു 1.5 കിലോ മേടിച്ച് വറുത്ത് പൊരിച്ചങ്ങോട്ട് തിന്നായിരുന്നല്ലേ. പിന്നല്ലാണ്ട്. ആ പുത്തിരി പറിച്ച മാമേ കഞ്ഞി കുടിച്ചാ? അതിന് പണത്തോളം വിശപ്പില്ല മോനെ. കാലത്തെ കാപ്പിയുള്ള ഒരു അറക്ക് കുടിച്ച പടിമ വെയിലെത്തണ വരെ ഒന്നും വേണ്ട, വായ അങ്ങട് കഴിച്ചു. പിന്നെ ഉച്ച ആകുമ്പോ ഒരു പിടി ഉപ്പിന്റെ കഞ്ഞാ കുടിക്കും. അതല്ലാണ്ട് ഒരു അരി ഭക്ഷണം ഇല്ല മോനെ. ഡാ മോനെ ബെന്നിയെ, ഒരു 100 ഉറുപ്പ്യ ഉണ്ടാവോ അമ്മാമ്മയ്ക്ക് തരാൻ? ഓല മെടഞ്ഞാൽ കാശ് കിട്ടുമ്പോ തിരിച്ചു തരാം. റോസിയെ ഒരു 200 എടുത്ത് അമ്മാമ്മയ്ക്ക് കൊടുത്തേ. എടുത്ത് വെച്ചിരിക്കില്ലേ കൊടുക്കാൻ വന്നോളും തള്ള. മോനെ ബെന്നി അവിടെ ഇരിക്കി. നീ വല്ലതും അറിഞ്ഞോ ഇവിടുത്തെ കാര്യങ്ങള്? സുമതിയുടെ ആങ്ങളച്ചക്കല്ലേ ആ പേർഷ്യല്ലോ, അവന്റെ ഭാര്യ ഒരു നസ്രാണി ചെക്കന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഉണ്ടായിരുന്ന പൊന്നും പണ്ടൊക്കെ അവള് കൊണ്ടുപോയി. നിനക്കൊന്നും അവിടെ കേറായിരുന്നില്ലടാ. നിന്നോടത്ത് നനങ്ങാതെ ഒരു അടി നടക്കാൻ വയ്യ മോളെ. എന്നാ ഞാൻ പോട്ടെ മോൻ, പോട്ടെട്ടോ. ഇങ്ങനെ പോണവർക്കും വരുന്നവർക്കും ഒക്കെ വാരിക്കോരി കൊടുത്തിട്ടാ ഇപ്പോഴും ഓടി വീട്ടിൽ തന്നെ കിടക്കണത്. ആ ഇട്ടിത്തറയിലെ ശങ്കുരിക്കളനെ ടൗണിലെ കണ്ണായ സ്ഥലത്ത് ആ പൊന്നുവില കൊടുത്ത് ഭൂമി വാങ്ങിയത്. ഇത് വല്ലതും അറിയണണ്ടാ? നീയേ ഒരു കാര്യം ചെയ്യും, ആ ശങ്കുരുക്കളന്റെ കൂടെ പോയി താമസിച്ചു. എന്താ എടീ, ആശാൻ എപ്പോഴും പറയും പണം ഇന്ന് വരും നാളെ പോകും, പയക്കരുത് പാക്കരാന്ന്. എടീ, നല്ലൊരു കള്ളൻ എന്ന് വെച്ചാ നല്ലൊരു കമ്മ്യൂണിസ്റ്റാ. ഉള്ളവന്റെ കയ്യിൽ നിന്നെടുത്ത് ഇല്ലാത്തവന് കൊടുക്കണ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. കൂട്ടി വെച്ച കള മുതൽ വാഴില്ല റോസി. ചെല്ലു. അതെ, ആൾതാമസില്ലാത്ത പറമ്പുകളിലെ വാക്കല്ലില്ലാത്ത കിണറുണ്ടാവും, സൂക്ഷിക്കണം കേട്ടാ. പിന്നെ പട്ടികളില്ലാത്ത വീട് നോക്കി കയറിയാ മതി. എനിക്കങ്ങനെ വലിയ അതിമോഹമൊന്നും ഇല്ലേ. ഞാനും എന്റെ കുട്ടികളും ഉള്ളോണ്ട് ഒതുങ്ങി ജീവിച്ചോളാം. നിന്റെ ചേട്ടൻ വലിയ മറവിക്കാരനാ. ഈ ടോർച്ച് അവിടെ ഇവിടെ മറന്നു വെക്കണ്ടാ. ദേ മതിലേ കയറുമ്പോ കുപ്പിച്ചിലുണ്ടാവും, സൂക്ഷിക്കണം. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കണ്ട റോസ്ലി. ചത്ത് തലയ്ക്കുള്ള കാരണന്മാരുണ്ട് നമുക്ക് കാവൽ. നീയേ വെറുതെ ആലോചിച്ച് ഉറക്കൊള്ളക്കാണ്ട് പോയി കിടന്നേ. നല്ല മഞ്ഞുണ്ട്. അതെ, നീ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് ദിവസം കഴിയും വരാനായിട്ട്. പണ്ടതേ പോലെ അല്ലോ, പുതിയൊരാളും കൂടി വരാൻ പോവല്ലേ, കുറച്ച് കരുതലൊക്കെ വേണ്ടേ നീ. പിന്നെ ഇവിടെ ഒരാളെ ഇപ്പൊ പണിയും പഠിപ്പിക്കണല്ലോ. പാടാ ശരി, നല്ല ടഡാസ്റ്റ് മഞ്ഞ.
പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഓരോ ദേശത്തിനും സ്വന്തമായിട്ടൊരു കള്ളനായിരുന്നു. ദേശത്തെ കള്ളൻ. പുറത്തുനിന്നൊരു കള്ളനും പിന്നെ നാട്ടിലൊന്നും കക്കാൻ പാടില്ലെന്നാണ് നിയമം. എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പാപ്പനായിരുന്നു ഞങ്ങളുടെ ദേശത്തെ കള്ളൻ. അപാര സിദ്ധിയായിരുന്നു. മൊട്ടത്തോടുന്ന് ഒരേ വിജാഗിരി വെച്ച ടീമാ. ആണോ? നീ ആക്കിയതാ? ഞാൻ കാര്യമായിട്ടാ. എടാ നിസ്സാര പാരമ്പര്യം വിചാരിച്ച 500 കിഴി സ്വർണ്ണ നാണയം, 200 പറ പൊന്നും കണ്ടം, ഇത്ര സാധനങ്ങളുടെ രാജാവ് ഇഷ്ടമായിട്ട് അവിടുത്തെ. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം കക്കാൻ പോയ അപ്പാപ്പൻ കുളിച്ചും കണ്ട് കാലിട്ട് കുളത്തിലാ വീണു. രാജാവ് അപ്പനെ പിടിച്ച് തൂക്കിയാവും. അപ്പൊ അപ്പൊ നീ പഠിച്ചു കള്ളൻ.